അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ ആരോഗ്യശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് അല്പകാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുക എന്നാണ് ലക്ഷ്യം. ഇതിനെ ആദ്യമായി അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ആരോഗ്യശാസ്ത്രം. പ്രിയമുള്ളവർ, എന്താണ് ഈ ആരോഗ്യം? നാം എന്തിനാണ് ആരോഗ്യം എന്ന് വിളിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ശരീരം മുഴുവനായിട്ടും നാം ആരോഗ്യം എന്ന് വിളിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നമ്മുടെ മതം എന്ന് പറയുമ്പോൾ വിശുദ്ധ ഇസ്ലാം. ആരോഗ്യം നശിപ്പിക്കുന്ന എല്ലാം ഇസ്ലാം ശക്തമായി വിലക്കിയിട്ടുണ്ട്. ഘട്ടഘട്ടങ്ങളായി പതിനെട്ട് ഉന്മൂലനം എന്നിവ ചെയ്യുന്നവരെ അത് ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, കള്ള് പോലത്തെയുള്ള ആരോഗ്യത്തിനും മനസ്സിനെയും പൊള്ളയേൽപ്പിക്കുന്ന സർവ്വലഹരിയും നിഷിദ്ധമാണെന്ന് ഇസ്ലാമിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെയല്ലേ മദീനയുടെ രാജാവായ അഷ്റഫുൽ ഹലക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ പറഞ്ഞെന്നറിയോ? കുല്ലു മുസ്കിൽ ഹംറം വ കുല്ലു ഹംറിൻ ഹറാം. എല്ലാ ലഹരി പദാർത്ഥങ്ങളും മദ്യസമാനമാണ്, എല്ലാ മദ്യസമാനായതും നിഷിദ്ധമാണ് എന്നതിന് പോയി അതിലേക്ക് വിളിച്ചുണ്ടുന്നുണ്ട്. മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യമാണ് ഏവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം. 5 വക്ത നിസ്കാരം നിസ്കരിക്കുന്നവരെയും ഏകാന്തത പ്രാർത്ഥിക്കുന്നവരെയും അത് ഊട്ടി ഉറപ്പിക്കുമെന്ന് ഭൗതികവാദങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു. കൂടാതെ യോഗയേക്കാൾ ആരോഗ്യം മികച്ച നിലവാരത്തിലെത്താൻ നിസ്കാരം കൊണ്ട് കഴിയുമെന്ന് യോഗവിദഗ്ധന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ അഷ്റഫുൽ ഹലക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുന്നത്, നമ്മുടെ വയറിന്റെ 1/3 ഭാഗം ഭക്ഷണത്തിനായും 1 ഭാഗം വെള്ളത്തിനായും 1 ഭാഗം വിശാലമായി കിടന്നിട്ട് അതിനൊക്കെ ചെയ്യുന്നതാണ്. ഈ ഇസ്ലാമിക ആരോഗ്യ ശാസ്ത്രരീതിയെ അവഗണിച്ചുകൊണ്ട് തള്ളി മാറ്റിക്കൊണ്ടാണ് ഇന്നത്തെ സമുദായം ഇവിടുന്ന് കടന്നു പോകുന്നത്. നമ്മുടെ വയറിന്റെ 1/3 ഭാഗം 1 ഭാഗം ഭക്ഷണം, 1 ഭാഗം വെള്ളം, 1 ഭാഗം വിശാലം എന്നല്ലേ. പക്ഷേ ഇന്നത്തെ സമൂഹം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അവന്റെ കിടക്കപ്പിരിപ്പിൽ കിടക്കുക. അവനക്ക് നിസ്കാരമുണ്ടോ? ഇല്ല. ഓത്തുണ്ടോ? ഇല്ല. വൈദ്യുണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ഇബാദത്തും അവനക്കില്ല. അല്ലാഹു നമ്മുടെ പടച്ചതമ്പ് അന്ത്യനാളില് ആകാശ ഭൂമിയോട് ഉടയവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ഒരു ചോദ്യം ചോദിക്കും. ആദ്യമായി ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഈ മനുഷ്യ നിന്റെ ആരോഗ്യം എന്തിന് ചിലവഴിച്ചു? മനുഷ്യ നിന്റെ ആരോഗ്യം എന്തിന് ചിലവഴിച്ചു എന്നായിരിക്കുമെന്ന് ഹദീസിൽ കാണാം. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി മറ്റേത് മതവും ദർശനവും പറയാത്ത വിധ പരാമർശങ്ങളും ഉപദേശങ്ങളും ഇസ്ലാം ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് രോഗവാഹകരായ അല്ലെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ അണുബാധകൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലോ അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന സാധനങ്ങളിലോ ഇല്ലാത്ത വിധം അത് മൂടി വെക്കണമെന്ന് അല്ലെങ്കിൽ പൊത്തി വെക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെയല്ലേ അവിടുന്ന് പറയുന്നത്, വെള്ളം കുടിക്കുമ്പോൾ 3 വെള്ളം കുടിക്കാനും ഓരോ തവണയും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് തന്റെ ശ്വാസം വിടുന്ന സമയത്ത് അത് പാത്രത്തിന്റെ വെളിയിലേക്ക് ശ്വാസം വിടാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നില്ലേ? ഈ മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ പരിഗണന നൽകിയത് കൊണ്ടാണ് ഇത്തരം വെല്ലുവിളികൾ ഇസ്ലാമിന്റെ എന്റെ മതത്തിന്റെ എതിരായി ഇസ്ലാമിന്റെ അന്താധാരണ പറയുന്നത്. നമ്മൾ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരു സമീപനമായ ഒരു ഭാഗത്താണ്. നോമ്പുകാരൻ അന്യപാനീയങ്ങൾ നിശ്ചിത സമയത്ത് വർഷിക്കുന്നു. തന്റെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ ശരീരത്തിനും അല്ലെങ്കിൽ മനസ്സിനല്ല അത് അപകടമാണെന്ന് കണ്ടാൽ അത് മറ്റുള്ള ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുന്നില്ലേ? ആ നോമ്പിന്റെ നിശ്ചിത വെള്ളമെടുത്ത് മറ്റുള്ള ദിവസങ്ങളിലേക്ക് അതേ നിയത്തോടുകൂടി നോമ്പ് നോക്കാനല്ലേ അല്ലെങ്കിൽ അത് കലാവിടാനല്ലേ നമ്മുടെ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ വസ്ത്രം, നമ്മുടെ ചുറ്റുപാട്, നാം ധരിക്കുന്ന വസ്ത്രവും നമ്മുടെ വീട് പരിസരങ്ങൾ
മുദ്രാവാക്യമാണ് ഇസ്ലാം അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധതയിൽ മുന്നോട്ട് വെക്കുന്നത്. എന്ന തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം അതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ നമ്മുടെ മുത്തുനബിയേക്കാൾ പ്രചോദനം വേറെ ആരുമില്ലെന്നാണ് ചരിത്രം വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ അവിടുന്ന് പറയുന്നത് ഇസ്തൈഖള അഹദകും മിനൽ നൗമി ഫലാ യഅ്നിസു യഹ്ദഹു ഫിൽ ഇനാഹി ഫിൽ യഹ്സിനുൽ ബിൻ സലാസ്. നിങ്ങളൊരു മഞ്ഞുറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ മുൻകൈകൾ 3 പ്രാവശ്യം കഴുകാതിരിക്കരുത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊഴിയെ ഉൾപ്പെടലായി ഇന്ന് ശാസ്ത്രീയമായി അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, നമ്മുടെ ഉറക്ക സമയത്ത് നാം അറിയാതെ തന്നെ നമ്മുടെ കൈവിരലിലേക്കും അല്ലെങ്കിൽ നമ്മുടെ നഖവിരലിലേക്കെല്ലാം ബാക്ടീരിയ അണുബാധകൾ കയറിച്ചേരും. അത് നാം ഉണർന്ന ശേഷം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പരാമർശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളോട് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 3 പ്രാവശ്യം കഴുകാൻ പറഞ്ഞിരിക്കുന്നത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് ആ ദീർഘദർശിയെ ശ്രേഷ്ഠം എന്ന് വെച്ചാല് ഞാൻ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ഇസ്ലാം ആത്മീയ രക്ഷാവഴികൾ മാത്രമല്ല, ഭൗതിക സുരക്ഷാ റൂട്ടുകളും വെട്ടിമാറ്റിക്കൊണ്ടാണ് നമ്മുടെ ഇസ്ലാം നമ്മളിലേക്ക് എത്തുന്നത്. ഈ ഇസ്ലാമിൽ മരണം വരെ ഈ ഇസ്ലാമിൽ ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയായി ജീവിക്കാനും അഷ്റഫുൽ ഹലക മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജാവായ അഷ്റഫുൽ ഹലക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹിതനായി ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ഞാൻ ഇവിടെ നിർത്തുന്നു. വാഹദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.